ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാൻഡി ക്രഷ് ഗെയിം ചലഞ്ചാണ്. അപ്പോൾ ക്യാൻഡി ക്രഷിന്റെ ലെവൽ 1 തൊട്ട് ലെവൽ 1000 വരെ കളിക്കണം. ആദ്യം ലെവൽ 1000 എത്തുന്ന ആൾ ജയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. ലെവൽ 1 തൊട്ട് ലെവൽ 1000 വരെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ആദ്യത്തെ ലെവൽ നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ ലൈവായിട്ട് കളിച്ച് കാണിക്കും. അതിനുശേഷം ബാക്കിയുള്ള എന്താ പറയുക, അതിൻ്റെ ഇടയിലുള്ള ചില ലെവൽസ് മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ടോം ആണ് ഈ ചലഞ്ച് ജയിക്കുന്നതെങ്കിൽ ഈ പാതി മീശ ഞാനങ്ങ് എടുക്കും. ജെറിയാണ് ഇത് ജയിക്കുന്നതെങ്കിൽ ഇത് കൂടിയ ഒരു ഫോസിൽ വാച്ചാണ്, എന്റെ വാച്ചാണ്. ഇത് ഞാൻ ജെറിക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ചലഞ്ച് ജയിക്കാന്നുള്ളത്. ലെവൽ 1000 ആദ്യം എത്തുന്ന ആളായിരിക്കും ജയിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം. അപ്പൊ ഇതിന് എത്ര ദിവസം എടുക്കുമെന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ക്യാൻഡി ക്രഷ് കളിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഒരു 1000 ലെവൽ വരെയൊക്കെ എന്താ പറയുക കൊണ്ടുപോകാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സോ ആര് വേണമെങ്കിലും ജയിക്കാം. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ആദ്യത്തെ ലെവല് നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് നമ്മൾ കളിച്ച് തുടങ്ങി കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ സമയം നോക്കിയോ. 6:13 19:05 മെയ് 19 6:13 സമയമാണ്. ഈ സമയത്താണ് നമ്മൾ കളിച്ചു തുടങ്ങാൻ പോകുന്നത്. സോ ഒന്നാമത്തെ ലെവൽ ഇപ്പൊ കളിക്കുകയാണ്. ഓക്കെ, നമുക്ക് വീഡിയോക്ക് കിടക്കാം. ഒന്നാമത്തെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ബാക്കിയുള്ളത് ഇനി നമ്മൾ എന്താ പറയാ റെക്കോർഡ് ചെയ്യുന്നല്ല. അത് തന്നെയായിരിക്കും കംപ്ലീറ്റ് ആയാലും. ഞാനിവിടെ ഒന്നാമത്തെ ലെവൽ ഫിനിഷ് ചെയ്തു, കുറച്ച് വൈകിയെങ്കിലും നമ്മൾ. സോ നമുക്കിനി നോക്കാം. 1000 ലെവലാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഗെയിം മുന്നോട്ട് പോയതിനു ശേഷം ബാക്കി ലെവൽസ് എല്ലാം കളിച്ചതിന് ശേഷം കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ചലഞ്ചിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ക്യാൻഡി ക്രഷ് ചലഞ്ചിൽ 1000 ലെവൽ കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു നമ്മളൊരു ഇത്. അപ്പൊ ഇതിൽ ഞാനൊരു 99 ലെവൽ ആണ് കംപ്ലീറ്റ് ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ക്യാൻഡി ക്രഷ് അത്രയ്ക്ക് വശമില്ലാത്തത് കൊണ്ടും സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടും എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ ജെറി 999 ലെവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം തീരണ ഒരു ലെവലിലേട്ടായിട്ട് ഇരിക്കുകയാണ് ബാക്കി. അപ്പൊ നമ്മളിപ്പോ ലൈവായിട്ട് ഞാൻ 1000ാമത്തെ ലെവലും ടോം ഇപ്പോ 100ാമത്തെ ലെവലും കളിച്ച് കാണിച്ചിരുന്നായിരിക്കും. അപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് തിങ്കളാഴ്ച 19 വൈകിട്ട് 6 മണിക്കാണ് നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. 20 ഉച്ചയ്ക്ക് 2:45 208ാമത്തെ ലെവൽ വരെ എത്തി. 200 കഴിഞ്ഞായിരുന്നു. അതിനുശേഷം 500 കഴിഞ്ഞത് പിറ്റേ ദിവസം 21 ഏകദേശം ഒരു 7:30 അവർ ആയപ്പോഴാണ് 500 കടന്നത്. അതിനുശേഷം 22 എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി 10:30 ആവാറായി 800ാമത്തെ ലെവൽ കഴിഞ്ഞപ്പോ ഇതിപ്പോ 1000ാമത്തെ ലെവല് ചലഞ്ച് കംപ്ലീറ്റ് ആവാൻ പോവാണ്. അപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ ഇവിടെ സൈഡിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, വീഡിയോ തുടങ്ങിയപ്പോ പറഞ്ഞാണ്, നമ്മൾ മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നില്ല. നമുക്കത് കാണിക്കുന്നത് എന്താ പറയാ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ നമ്മള് സൈഡിൽ കാണിക്കുന്നുണ്ടല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം വേണമെങ്കിൽ നോക്കാം. സമയം നമ്മൾ കാണിക്കുന്നുണ്ട്, എപ്പോ എത്ര മണിക്കാണ് കളിച്ചെന്നുള്ള സമയം അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് 200ാമത്തെ ലെവൽ കഴിഞ്ഞതിന് ശേഷമുള്ളതും 500ന് ശേഷവും 800ന് ശേഷമുള്ളതും നിങ്ങളിപ്പോ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. അപ്പോ ഇനിയിപ്പോ ഞങ്ങള് എന്താ പറയാ 1000ാമത്തെയും 100ാമത്തെയും ലെവലും ഇപ്പൊ ഞങ്ങള് ലൈവായിട്ട് നിങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരാൻ പോകുന്നതാണ്. അപ്പൊ എന്ത് തോന്നി? ഒരു എനിക്ക് 100 പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ശരിക്കും ജെറി അത്രയും കളിച്ച് കയറി കണ്ടപ്പോ ശരിക്കും ഒരു അത്ഭുതമായി പോയി. ഇത്രയൊന്നും കളിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. എങ്കിലും എനിക്ക് പറ്റുന്ന കഴിവിലൂടെ എനിക്ക് അധികം ഗെയിമൊന്നും കളിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് തന്നെ
പറ്റുന്ന കഴിവ് ഉപയോഗിച്ച് ഞാൻ എന്റെ 99 ലെവൽ വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതെനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോ ചെറിയ ഇതിനു മുമ്പ് ഇത് കളിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ടും അധികം വശമൊക്കെ ഉള്ളതുകൊണ്ടും ചെറിയ അത്യാവശ്യം നാക്കുണ്ട് ഇതിൽ കളിക്കാനായിട്ട്. ടോം ഒട്ടും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ചലഞ്ച് കംപ്ലീറ്റ് ആവുന്നത്. ഞാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ള രീതിയിലേക്കാണ് എന്താ പറയാ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ ഇത് എന്താ പറയാ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താ പറയാ കുത്തി പിടിച്ചിരുന്ന് കളിക്കുകയായിരുന്നു. എന്താ പറയാ 3 ദിവസം മര്യാദക്ക് ഉറങ്ങിയിട്ട് പോലുമില്ല. അതുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്താണ്. അപ്പൊ എന്താ പറയാ ചലഞ്ച് എന്ന് പറയുമ്പോ ശരിക്കും നമ്മള് അധികം ഒരു എഫോർട്ട് ഒന്നും ഇടില്ല, അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചെറിയൊരു ഞെട്ടിച്ചളത്. കാര്യം പറഞ്ഞാൽ ഇത്ര നേരത്തെ ഞാനൊരു ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് പയ്യെ കളിച്ചൊക്കെ തീർക്കാം എന്നുള്ളൊരു മൈൻഡിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മളൊന്ന് ഞെട്ടിപ്പോയി. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കണ്ടിന്യൂസ് കളിക്കാന്ന് പറയുന്നത് അത്ര എന്താ പറയാ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോഴേക്കും എന്താ പറയാ കുറെ കഴിയുമ്പോൾ ആദ്യമൊക്കെ കളിച്ചു തുടങ്ങുമ്പോ ലെവൽ ആദ്യമൊക്കെ ഭയങ്കര എളുപ്പമൊക്കെ ആയിരിക്കും. ഇത് കളിച്ചിട്ടുള്ളവർക്ക് അറിയാം. കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും ചില ലെവലെത്തി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോ എന്താ പറയാ അത് ഭയങ്കര ഒരു ഇതാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് കളിക്കുക എന്ന് പറയുന്നത് എന്താ പറയാ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാകും. ഏതായാലും ഇപ്പൊ ഞങ്ങള് ലൈവ് ആയിട്ട് ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരികയാണ് 1000ാമത്തെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവിടെ 100ാമത്തതും കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോവുകയാണ്. ചില ലെവലൊക്കെ തീരുമ്പോഴേക്കും നമുക്ക് ആ ലൈഫ് തീർന്നു. നമുക്ക് 5 ലൈഫേ ഉള്ളൂ. അപ്പൊ ഇത് കളിക്കാൻ അറിയാൻ പാടാത്തവർക്ക് ജസ്റ്റ് ഒരു ഇന്റർവ്യൂ പോലെയാണ്. നമുക്കൊരു 5 ലൈഫേ ഇതിൽ കിട്ടുള്ളൂ. ആ 5 ലൈഫ് തീരുമ്പോഴേക്കും നമുക്ക് പിന്നെ ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ലൈഫ് റീഗെയിൻ ആവാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ ക്യാഷ് എന്തെങ്കിലും കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമുക്ക് അതൊന്നും പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാണ് എനിക്ക് 99 ലെവൽ വരെ എത്തിക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 1000ാമത്തെ ലെവല് കളിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ 100ാമത്തെ ലെവലും ജെറി 1000ാമത്തെ ലെവലും കളിക്കുകയാണ്. തുടങ്ങിയോ? പോയില്ലടാ. കളിച്ച് സമയം തീർന്ന ഇല്ല കളിച്ച് എന്റെ കുറച്ച് സമയം എടുക്കും. അത്ര ഇതുണ്ടാ? ഇത് കുറച്ച് നീണ്ട ടാസ്ക് ആണ്. വലിയതാണ്. 100 പോലും ചെയ്യാൻ പറ്റില്ല. എന്നാലും നോക്കാം.
1000 ലെവൽ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തതിന്റെ ഇതാണ്. അപ്പൊ നമ്മൾ ആ ചലഞ്ച് അങ്ങ് തീർത്തിരിക്കുകയാണ്. ടോമിനെ അങ്ങ് തീർത്തിരിക്കുകയാണ്. ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഏതായാലും ചലഞ്ച് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഇതുപോലത്തെ എന്താ പറയാ പല ചലഞ്ചായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഇപ്രാവശ്യം തോറ്റെന്ന് വിചാരിച്ച് ഞാൻ വിട്ടുകൊടുക്കുന്നതല്ല. അടുത്ത ചലഞ്ചിൽ നമ്മൾ എന്തായാലും പൂർവാധിക ശക്തിയോടെ വരുന്നതായിരിക്കും. അപ്പൊ എന്തോ ഒരു നമ്മള് ചലഞ്ചിനും എന്തോ ഒരു ബെറ്റൊക്കെ നമ്മൾ വെച്ചിരുന്നു. എന്താ പറയാ വീഡിയോ തുടക്കം കണ്ടവർക്ക് അറിയാം. അപ്പൊ എന്തായിരുന്നു പറഞ്ഞത് നമ്മളൊരു വാച്ച് കൊടുക്കാതായിരുന്നു. ഫോസിലത്തെ ഒരു വാച്ചായിരുന്നു, അത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുഴപ്പമില്ല, പോട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാതി മീശ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് 3 ദിവസം ഉറക്കം ഉളച്ചത്, 3-4 ദിവസം ഉറക്കം ഉളച്ചത്. അതായിരുന്നു ബെറ്ററിന് ഞാൻ പറഞ്ഞിരുന്നത്. എന്നെ തോപ്പിച്ച് കഴിഞ്ഞാൽ ഈ പാതി മീശ എടുക്കുന്നാണ് പറഞ്ഞിരുന്നത്. പാതി മീശയിലാണ് കാണാൻ കുറച്ചത് ഞാൻ. അതുകൊണ്ട് അതിന്റെ ആവശ്യം വന്നില്ല. ഒരു പേഴ്സണൽ വാച്ച് കിട്ടിയിരിക്കുകയാണ്. സോ ഈ ചലഞ്ച് ഇവിടെ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള ചലഞ്ചായിട്ട് ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ് ചെയ്തിടുക, ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തിട്ടേക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.